പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് ബാംഗ്ലൂർ പോവാണ്. അപ്പോൾ ബാംഗ്ലൂർ പോകുമ്പോൾ എന്താ കാട്ടിൻ്റെ ഉള്ളിൽ നിന്നല്ലേ ഒന്നുമല്ല, ഈ ഒരു ചാർമാടി ചുരത്തിൻ്റെ സൈഡിലായിട്ട് വന്നിട്ട് ഞാൻ ഇൻട്രോ എടുത്താണ്. അപ്പോൾ ഇവിടെ തന്നെ നമ്മുടെ വണ്ടിയുണ്ട്. ഏകദേശം റോഡിൻ്റെ ഭാഗത്തിൻ്റെ അടുത്ത് തന്നെ ആയിട്ടാണ്. നല്ല അടിപൊളി മലനിരകൾ കണ്ടില്ലേ, അടിപൊളി ലാൻഡ്സ്കേപ്പ് അല്ലേ. അപ്പോൾ നമ്മുടെ വണ്ടി ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ അവിടെ ഒരു ഐസ്ക്രീം കട കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ ഒരു ചെറിയൊരു കൊച്ചു റോഡിൽ കിടന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഏകദേശം ഒരു 300 കിലോമീറ്ററോളം ഉണ്ട് ബാംഗ്ലൂരിലോട്ട്. അപ്പം ഈ കാണുന്ന സ്കൂട്ടറിലാണ് നമ്മൾ ഇന്ന് പോകുന്നത്. അപ്പോൾ കുറച്ച് ലഗേജ് ഞാൻ എടുത്തിട്ടുള്ളൂ, കണ്ടില്ലേ, ഈ ഒരു ബാഗിൽ കൊള്ളാവുന്നുള്ള ലഗേജേ ഉള്ളൂ. അപ്പോൾ ഇന്ന് കുറച്ച് എന്താ പറയുക, കുറച്ച് ആ ഭാഗത്ത് കുറച്ച് ക്ലൗഡിയാണ്. മഴ പെയ്താൽ സീനാണ്. ഒരുപാട് ലേറ്റ് ആവും. ഇപ്പം തന്നെ സമയം ഏകദേശം 2 മണിയായി. അപ്പോൾ നമുക്ക് അടുത്ത കാഴ്ച കാണാം. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് പോവാം. ഇവിടെ കണ്ടില്ലേ ചെറിയൊരു ഐസ്ക്രീമിൻ്റെ ഒരു ഇതുണ്ട്. പക്ഷേ ഇവിടെ കഴിക്കുന്ന ഇതൊക്കെ ഇവിടെ തന്നെ ഇടുക ആൾക്കാർ, കണ്ടില്ലേ. അല്ല, ഇവിടെ മൊത്തം എന്താ പറയുക വേസ്റ്റും കാര്യങ്ങളൊക്കെ ഇട്ടേക്കോ. അപ്പോൾ ഈ കാണുന്ന ടൗണിൻ്റെ ഇവിടെ ഒരു പെട്രോൾ പമ്പ് ഉണ്ട്. ഇവിടെ നിന്ന് ഞാൻ പെട്രോൾ അടിച്ച് മുന്നോട്ട് പോകണം. കാരണം ഇവിടുത്തെ പെട്രോൾ കുറച്ച് കൊള്ളാം. കാരണം കുറച്ച് എനിക്ക് ബെറ്റർ മൈലേജ് കിട്ടിയ പോലെ എനിക്ക് ഫീലായി. അപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് മുന്നോട്ട് പോകാം. നല്ല വെയിലാട്ടോ, കുഴപ്പമില്ല. മഴ പെയ്താൽ സ്ലോ ആവും. ഇന്ന് വെയിലാണെങ്കിൽ കുറച്ച് ബോറാണ്, എന്നാലും സാരമില്ല. എന്തായാലും ഇവിടെ നിന്ന് വിട്ടേക്കാം. ഇപ്പം ഞാൻ ഹാസന ബാംഗ്ലൂർ ഹൈവേയിലെത്തി. അപ്പം നല്ല മഴയായിരുന്നു. അപ്പോൾ എനിക്ക് വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ സമയം ഏകദേശം ഒരു 5:45 അടുത്തായി. അപ്പോൾ ഇവിടുത്തെ റോഡിൻ്റെ ഒരു ഭംഗി കണ്ടില്ലേ. അതായത് ഇവിടെ ഫ്ലൈ ഓവറിൻ്റെ മുകളിലാണ്. ഇവിടെ നിർത്താൻ പാടില്ല, പക്ഷേ എനിക്ക് ഇത് കാണിക്കണമെന്ന് തോന്നി. എന്താണെന്ന് വെച്ചാൽ മൈസൂർ ബാംഗ്ലൂർ എക്സ്പ്രസ് വേയിൽ ഏകദേശം ഇതിനേക്കാളും എന്താ പറയുക മോശമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. കുലുക്കമൊക്കെ ഉണ്ട്. എക്സ്പ്രസ് വേ എന്ന് പേര് മാത്രമേ ഉള്ളൂ, 2 വീലേഴ്സിനെ അലോ ഇല്ല. ഇത് കണ്ടില്ല, എന്ന കിടക്കാച്ചി റോഡാന്ന്. നല്ല ചുറ്റും എന്താ പറയുക പൂക്കളും മൊത്തമായിട്ട്. എന്താ സീനറി, എന്താ റോഡ്. ഞാനിപ്പോൾ ഉള്ളത് NH75 ബാംഗ്ലൂർ ഹൈവേയിലാണ്. അപ്പോൾ ഇവിടെ ട്രക്ക് ലൈ ബൈ ട്രാക്ക് ഉണ്ട്, കണ്ടില്ലേ. അതായത് മെയിൻ ഹൈവേ അവിടെ പോകുന്നുണ്ട്, അപ്പറെ ഇനിയൊരു പാത പോകുന്നുണ്ട്. അപ്പോൾ വണ്ടി ഇവിടെ നിർത്തിയേക്കുവാണ്. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ട്രക്ക് ഡ്രൈവേഴ്സിന് വേണ്ടിയൊക്കെയാണ് ഈ ട്രക്ക് ലൈ ബൈ ട്രാക്ക് എന്ന് പറഞ്ഞിട്ട് ഇവരെന്താ പറയുക, ഈ NH-കാരൊക്കെ പണിത് ഇട്ടിട്ടുണ്ടോ. അത് എവിടെ എല്ലായിടത്തും ഉണ്ടോ എന്ന് അറിയത്തില്ല. പക്ഷേ ഈ ഒരു ട്രാക്കിൽ ഞാൻ ശ്രദ്ധിച്ചു. പക്ഷേ ഇവിടെ ഇപ്പം നിലവിലൊരു വണ്ടി പോലും നിന്നിട്ടില്ല. പക്ഷെ അങ്ങ് അവർക്കെന്ന് വെച്ചാൽ ടോയ്ലറ്റിൽ പോകുന്ന എല്ലാ സൗകര്യങ്ങളും. ഇപ്പം ട്രക്ക് ഡ്രൈവേഴ്സ് എന്ന് വെച്ചാൽ നമ്മുടെ എന്താ പറയുക, ഇന്ത്യയിലെ എക്കോണമി അല്ലെങ്കിൽ വേൾഡ് എക്കോണമി തന്നെ നിൽക്കുന്നത് ഈ ട്രക്ക് ഡ്രൈവേഴ്സിൽ കാണാം. കാരണം മെയിനായിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഇവരാണല്ലോ. അപ്പോൾ ഇവരില്ലെങ്കിലും ഒന്നും നടക്കത്തില്ല. അപ്പോൾ ഇവർക്ക് എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. പക്ഷേ ഇവർക്ക് വേണ്ടിയുള്ള ഈ ലൈനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് സെപ്പറേറ്റ് ആയിട്ട് ട്രക്ക് ഇവർക്ക് നിർത്താൻ വേണ്ടി, കണ്ടില്ലേ. അപ്പം അങ്ങ് ദൂരം നമുക്ക് ടോയ്ലറ്റ് കാണാം. അത് നമുക്ക് പ്രവർത്തിക്കുന്നുണ്ടോ ഇല്ലേ എന്നൊക്കെ നോക്കാം. നമുക്ക് അവിടെ ചെന്നിട്ട് ഞാൻ കാണിച്ചു തരാം. ഇവിടെ നമുക്ക് എന്താ പറയുക, A to B അടിയാറ്, ബർഗർ കിങ്, അങ്ങനെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട്. അവിടെ നമുക്ക് ടോയ്ലറ്റ് ഇവിടെ അടുത്തില്ലെങ്കിലും ഇവിടെ വലിയ വലിയ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ അടുത്ത് തന്നെയാണ് ഈ ഒരു സംഭവം ഉള്ളത്. അപ്പോൾ ഒരുപാട് കാർ ഡ്രൈവേഴ്സൊക്കെ അവിടെ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പോയി നോക്കാം എങ്ങനെയാ സംഭവം എന്ന്. നമുക്കിവിടെ കാണാം, ഇവിടുത്തെ ടോയ്ലറ്റ് ഓപ്പൺ ആണ്, കണ്ടില്ലേ. നമുക്കിവിടെ കാണാം, ഇവിടുത്തെ ബാക്കിൽ കാണുന്ന ആ ടോയ്ലറ്റ് ഓപ്പൺ ആണ്. പിന്നെ കുടിക്കാനുള്ള വെള്ളത്തിൻ്റെ ഫെസിലിറ്റി ഒക്കെ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ ഒന്നും മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല, ഒന്നും മെയിൻറ്റെയിനും കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. അപ്പം നമുക്ക് എന്താ പറയുക, എല്ലായിടത്തും ഈ ഒരു സംഭവം ചെയ്യണമെങ്കിൽ ഇപ്പം മെയിനായിട്ട് ഇപ്പം NH75 ഈ ഒരു സംഭവം ഉള്ളത്. അപ്പോൾ എല്ലായിടത്തും ഈ ട്രക്ക് ലേ ബൈ ഉണ്ടാക്കുവാണെങ്കിൽ ട്രക്ക് ഡ്രൈവേഴ്സിന് അത് വലിയൊരു ഉപകാരമായിരിക്കും. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ഷിറൂരിലെ ഇൻസിഡൻറ്റ് തന്നെ നമുക്കറിയാം. കറക്റ്റായിട്ടുള്ള ആ ഒരു ഇതിൽ അവർക്കൊരു നിൽക്കാനുള്ള ഒരു ട്രാക്ക് ഉണ്ടായിരുന്നെങ്കിൽ, ആ ഒരു സ്പേസ് അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ആ പുള്ളിക്കാരൻ ഒരിക്കലും എന്താ പറയുക, ആ ഒരു ചെറിയൊരു ഡാബയുടെ മുമ്പിൽ കിടന്നുറങ്ങില്ലായിരുന്നല്ലോ. അപ്പോൾ ചെറുതായിട്ടൊന്ന് മയങ്ങാൻ റെസ്റ്റ് എടുക്കാനുള്ളത് അങ്ങനത്തെ ഒരു സംഭവങ്ങളൊക്കെ ആയിട്ട് ആ ഒരു സംഭവം ഉണ്ടായിരുന്നെങ്കിൽ നല്ലതാണെന്ന് എനിക്ക് തോന്നി. അതാണ് നമുക്കിവിടെ തന്നെ കാണാം. ഒരു മംഗലാരം വണ്ടി KR19 ഒരു വണ്ടി അവിടെ നിർത്തിയിട്ടുണ്ട്. പക്ഷേ കുറച്ച് മാറിയാണ് ഈ ഒരു ടോയ്ലറ്റ് ഇവിടെ ഉണ്ടെങ്കിലും, ഇത്രയും സ്പേസ് ഇവിടെ ഉണ്ടെങ്കിലും കുറച്ചിങ്ങോട്ട് മാറിയാണ് ടോയ്ലറ്റ് ഉള്ളത്. എന്നാലും ടോയ്ലറ്റ് ആണെങ്കിലും ഉണ്ടല്ലോ, റെസ്റ്റും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി ഒരു ട്രാക്ക് ആണെങ്കിലും സെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. അതന്നെ ഒരു വലിയൊരു കാര്യം തന്നെ. അപ്പോൾ ഇവിടെ ഒരു ട്രാക്ക് ഉണ്ട്, അപ്പറേ ഉണ്ടോയെന്ന് ഞാൻ കാണാൻ അവിടെ സ്പേസ് കാണുന്നില്ല. പക്ഷേ ഈ ടോയ്ലറ്റിൻ്റെ അവിടെ ആയിട്ട് ഒരു ടോയ്ലറ്റും ഉണ്ട്, കണ്ടില്ലേ. പ്യൂരിഫൈഡ് ഡ്രിങ്കിങ് വാട്ടർ എന്നൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷേ അത് മെയിൻറ്റെയിൻ കാര്യങ്ങളൊന്നും കൃത്യമായിട്ട് എനിക്ക് ചെയ്യുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നത്.
അപ്പോൾ ഞാൻ NH75 തന്നെയാണ് ഉള്ളത്. ഇവിടെ ഒരു നമുക്ക് ട്രക്ക് ലേ ബൈ ട്രാക്ക് കണ്ട. ഇവിടെ കുറേ വണ്ടി നിർത്തിയിട്ടുണ്ട്, പിന്നെ സ്ട്രീറ്റ് ലൈറ്റൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ ആയിട്ടൊരു ടോയ്ലറ്റും ഉണ്ട്. വെൽ മെയിൻറ്റൈൻ അല്ല, എന്നാലും കുഴപ്പമില്ല. ഇച്ചിരി റെസ്റ്റോറൻറ്റ് കടകളും സംഭവങ്ങളൊക്കെ ഉണ്ട്.